നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ ജനനനിരക്ക് വീണ്ടും റെക്കോർഡ് താഴ്ചയിലെത്തി. സ്വദേശികൾക്കിടയിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമ്പോൾ വിദേശത്ത് ജനിച്ച മാതാപിതാക്കൾക്കിടയിലെ ജനനങ്ങൾ വർദ്ധിക്കുകയാണ്. പുതിയ ഔദ്യോഗിക കണക്കുകൾ വലിയ ജനസംഖ്യാ മാറ്റത്തിന്റെ ചിത്രം വരയ്ക്കുന്നു. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി 5,85,396 ജനനങ്ങളാണ് രേഖപ്പെടുത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത് എണ്ണം കുറവാണ്. 1976 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ജനനനിരക്കാണ് ഇത്. 100 വർഷത്തെ കണക്കുകളിൽ 4ാമത്തെ കുറഞ്ഞ നിരക്കും. അതേസമയം ജനിച്ച ഓരോ 10 കുട്ടികളിലും 4 പേരും വിദേശത്ത് ജനിച്ച മാതാപിതാക്കളുടെ മക്കളാണ്. ആകെ 40% ജനനങ്ങളും ഈ വിഭാഗത്തിലാണ്. 2008 ശേഷമുള്ള ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. ഇന്ത്യൻ വംശജരായ മാതാപിതാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ജനിച്ചത്. പാകിസ്ഥാൻ 2ാം സ്ഥാനത്തും നൈജീരിയ 3ാം സ്ഥാനത്തുമാണ്. കുടുംബം തുടങ്ങുന്നത് വൈകിപ്പിക്കുന്ന പ്രവണത ബ്രിട്ടീഷുകാർക്കിടയിൽ തുടരുന്നതായും വിദഗ്ധർ പറയുന്നു. ചില പ്രദേശങ്ങളിൽ ഈ മാറ്റം കൂടുതൽ പ്രകടമാണ്. ലണ്ടനിലെ ബ്രെന്റിൽ 84% ജനനങ്ങളും വിദേശത്ത് ജനിച്ച മാതാപിതാക്കൾക്കാണ്. ഹാരോ, ലണ്ടൻ സിറ്റി, സ്ലോ, ലൂട്ടൺ, ലെസ്റ്റർ എന്നിവിടങ്ങളിലും സമാന കണക്ക് രേഖപ്പെടുത്തുന്നു. ബ്രിട്ടന്റെ ജനസംഖ്യാ ഘടന അതിവേഗം മാറുകയാണെന്ന സൂചനയാണ് ഈ കണക്കുകൾ നൽകുന്നത്. അതേസമയം കുടിയേറ്റ വിഷയത്തെ പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുന്ന പാർട്ടികൾക്ക് ഈ ഡാറ്റ പുതിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിയൊരുക്കുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. റിമി ടോമിയുടെ മെയ് 30 ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഷോയിൽ ഏവർക്കും പ്രിയങ്കരനായ ചിറമേലച്ചനും പങ്കെടുക്കും. UK-യിൽ ഒരു വലിയ ഉദ്യമത്തിന് അദ്ദേഹം തുടക്കമിടുകയും ചെയ്യും. അതേസമയം UK-യിലുടനീളം ആഘോഷമാവുകയാണ് റിഥം ക്രിയേഷൻസ് ഒരുക്കുന്ന റിമി ഷോ. നാളെ സ്വാൻസിയിലാണ് ഷോ. അതിനുശേഷം മെയ് 30 ബ്രിസ്റ്റോളിലെ ത്രോൺബറി ലെഷർ സെന്ററിലാണ് ഷോ നടക്കുന്നത്. ലോകത്തിലെ എല്ലാ മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ ചിറമേലച്ചൻ പരിപാടിയിൽ പങ്കെടുക്കുമെന്നതും പ്രത്യേകതയാണ്. കിഡ്നി പ്രീസ്റ്റ് എന്നറിയപ്പെടുന്ന റവറൻഡ് ഫാദർ ഡേവിസ് ചിറമേൽ ഇക്കുറി മലയാളി സമൂഹത്തെ തേടിയെത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യവും കൊണ്ടാണ്. കേൾക്കാം എന്ന വലിയൊരു ആശയവുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. പ്രവാസ ജീവിതത്തിന്റെ തിരക്കിൽ ഒറ്റപ്പെടുമ്പോഴുള്ള സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗവുമായാണ് അച്ഛൻ എത്തുന്നത്. ഒറ്റപ്പെടുമ്പോഴോ മാനസിക സമ്മർദ്ദം തോന്നുമ്പോഴോ വിളിക്കാം. അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ടാകും. ഇതാണ് കേൾക്കാം. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം റിമി ഷോയിലൂടെ ബ്രിസ്റ്റോളിൽ നടത്തും. ബ്രിസ്റ്റോളിന് ശേഷം പ്രസ്റ്റണിൽ മെയ് 31 ബെൽഫാസ്റ്റിൽ ജൂൺ 2 മാഞ്ചസ്റ്ററിൽ ജൂൺ 5 മെയ്ഡ്സ്റ്റോണിൽ ജൂൺ 6 ബ്രാഡ്ഫോർഡിൽ ജൂൺ 7 ഷോ നടക്കുക. UK-യിലെ പ്രമുഖ മോർട്ട്ഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർട്ട്ഗേജ്, ലോ ആൻഡ് ലോയേഴ്സ്, ഫോക്കസ് ഫിൻഷുവൽ ലിമിറ്റഡ്, GRB, എസ്റ്റേ കൺസൾട്ടൻസ് എന്നിവയാണ് ഈ ഷോയുടെ സ്പോൺസേഴ്സ്. ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാർ വീണ്ടും സമരത്തിലേക്ക്. പുതിയ ഹെൽത്ത് സെക്രട്ടറി ചുമതലയേറ്റതിന് പിന്നാലെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് BMA. വെസ്റ്റ് റീറ്റിംഗിന്റെ പിൻഗാമിയായി ജെയിംസ് മുറെ സ്ഥാനമേറ്റ ദിവസങ്ങൾക്കുള്ളിലാണ് ഈ നീക്കം. ജൂൺ 15 രാവിലെ 7 മണി മുതൽ ജൂൺ 19 രാവിലെ 6:59 വരെ 4 ദിവസം നീളുന്ന സമരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ NHSന് വീണ്ടും തലവേദനയാകും. ആയിരക്കണക്കിന് ചികിത്സകളും ശസ്ത്രക്രിയകളും പരിശോധനകളും മാറ്റിവെക്കപ്പെടാൻ സാധ്യതയുണ്ട്. 2023 മാർച്ചിന് ശേഷം ഇത് റെസിഡന്റ് ഡോക്ടർമാരുടെ 16ാമത്തെ സമരമാണ്. ശമ്പള തർക്കവും തൊഴിൽ സാഹചര്യങ്ങളുമാണ് പ്രതിഷേധത്തിന്റെ കേന്ദ്രബിന്ദു. 75,000 റെസിഡന്റ് ഡോക്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ 26% ശമ്പള വർധനവാണ് ആവശ്യപ്പെടുന്നത്. ആവശ്യങ്ങളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. ജൂണിലെ സമരം മുന്നറിയിപ്പ് മാത്രമാണെന്നും ആവശ്യമെങ്കിൽ ജൂലൈയിൽ കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും BMA വ്യക്തമാക്കുന്നു. രോഗികൾക്കും ആശുപത്രികൾക്കും സർക്കാരിനും ഒരുപോലെ തലവേദനയാകുന്ന മറ്റൊരു സമരവാരമാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിനെ കാത്തിരിക്കുന്നത്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.